ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഒരു ഹെൽത്തി റെസിപ്പിയാണ് മിക്സഡ് നട്ട്സ് ബർഫി. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. മിക്സഡ് നട്ട്സ് ബർഫി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇത്രയും ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് ചെയ്യാം. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അത്യാവശ്യം നല്ല എന്താ പറയുക ക്രീമി ആയിട്ടുള്ള ഈത്തപ്പഴം എടുത്താൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനും പറ്റും. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ നല്ല സൈസ് കണ്ടോ, നല്ല നല്ല മധുരമുള്ള ഒരു ഈത്തപ്പഴാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ച് ഒന്ന് ക്രീമി ആയിട്ട് എടുത്തിട്ട് വരാം. ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മതിയാവും കേട്ടോ. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നട്ട്സ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് നിലക്കടല ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള എല്ലാ നട്ട്സുകളും, അതായത് കശുവണ്ടി പരിപ്പ്, ബദാം എല്ലാം എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. വാൾനട്ട്സ് കയ്യിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. തൊലി എല്ലാം ഒന്നും കളയേണ്ട ആവശ്യമില്ല, അത്യാവശ്യം മാത്രം. തൊലിയിൽ അത്യാവശ്യം വൈറ്റമിൻ ഒക്കെ ഉള്ളതാണ്. വറുത്ത കടലയാണെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്താൽ മതിയാവും കേട്ടോ. വറുക്കാത്ത കടലയാണെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരണം. ആ ഒരു രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. കടല നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കണം. അടുത്തതായിട്ട് കുറച്ച് ബദാം ഞാൻ തലേ ദിവസം കുതിർത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. തൊലിയോടെ ഇടുന്നതിനേക്കാളും ഇതുപോലെ ഇടുന്നതാണ് നല്ലത്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ അളവിൽ 1 കപ്പ് കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 കപ്പ് അളവിൽ തന്നെ വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് സീഡ്സ് ഒക്കെ ചേർക്കാം കേട്ടോ. പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ നല്ലതാണ്. ഞാനിപ്പോ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു 2-3 ഇൻഗ്രീഡിയന്റും കൂടി ഉണ്ട്, ഇത് ഞാൻ പറയാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് കുറച്ച് കറുത്ത എള്ളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നട്ട്സ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ടതാണ്. ചെറിയ ഒരു അധികം നന്നായിട്ട് പൊടിക്കാണ്ട് എടുക്കേണ്ടതാണ്. അതുപോലെ ഇതൊന്ന് വേറെ തന്നെ മാറ്റി വെക്കണം. വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറുത്ത എള്ളും വെളുത്ത എള്ളും ഒരു 2 ടേബിൾ സ്പൂണിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ചൂടായിക്കില്ല കേട്ടോ. എള്ളിന് അറിയാലോ ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ മിക്സഡ് നട്ട്സ് ബർഫിന്റെ കൂടെ ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതാണ് ഞാൻ ഇത് എടുത്തത്. നട്ട്സുകൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയണ്ട, ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം. ആ രീതിയിലാണ് ഞാൻ ഈ ബർഫി ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വേറെ തന്നെ ഒന്ന് മാറ്റി വെക്കാം. ഈ വെള്ളമൊക്കെ കറുത്ത എള്ളും വെളുത്ത എള്ളും നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതങ്ങോട്ടേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ നട്ട്സ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ടൊന്നും നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം. ഞാൻ ഈ നിലക്കടല അധികം എല്ലാം ഒന്നും തൊലി കളഞ്ഞിട്ടില്ല. ഈ ഒരു രീതിക്ക് കുറച്ച് മാത്രം തൊലി കളഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അതിന്റെ ആവശ്യമില്ല. തൊലിയിലും അത്യാവശ്യം ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ എല്ലാം ഒന്ന്
ക്രഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതുപോലെ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങൾ ഉള്ള രീതിയിൽ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എല്ലാം ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അഥവാ നിങ്ങൾ എടുത്ത ഈത്തപ്പഴം കുറഞ്ഞു പോയിട്ട് ഇത് മിക്സ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഒരു നൂൽ പരുവാവൂലേ, ആ ഒരു പരുവത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. എനിക്കിപ്പോ അതിന്റെ ആവശ്യം വന്നില്ല. നല്ല ഈത്തപ്പഴം നന്നായിട്ട് അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒന്നുകൂടി ചേർക്കാനുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറുത്ത എള്ളും വെളുത്ത എള്ളും ഇതിന്റെ മുകളിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് കാണാനും ഭംഗിയാണ്, ഹെൽത്തിയും ആണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായ കണ്ടോ. ഈ ഒരു പരുവത്തില് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ കണ്ടോ, ഈ ഒരു പരുവം വരുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതുപോലൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ ഇവിടെ സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ വെച്ചാൽ പെട്ടെന്ന് സെറ്റ് ആവും. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടും നമുക്ക് സെറ്റ് ആക്കാം, കുഴപ്പമില്ല. ഇത് ഞാനിനി ഇതെല്ലാം സെറ്റായിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ മിക്സഡ് നട്ട്സ് ബർഫി ഇവിടെ സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റ് ആകാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്സഡ് നട്ട്സ് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ നല്ല ഹെൽത്തിയും ആണ്. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് നട്ട്സ് ബർഫി. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല ഹെൽത്തിയും ആണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.